കൊല്ലം LIC-യിൽ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്, അറിയോ? 17 കൊല്ലം കൊട്ടാരക്കര ബ്രാഞ്ച് LIC ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ചായ ഒരു ബ്രാഞ്ചിലെ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അതിനകത്തൊരു 40 ലക്ഷം രൂപ വെച്ച് ഇത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിക്കാൻ പറ്റും? മുസ്തഫ, ഇത് പിന്നെ നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മയും രാഹുൽ മാങ്കൂട്ടമാണ്. അത് പിന്നെ അന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ? ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ പത്രക്കാരൊക്കെ കൂടി അവൻ്റെ അടുത്തേക്ക് ചെന്നതാണ്. അപ്പോൾ ചെന്നപ്പോൾ അവൻ്റെ അമ്മ ചോദിക്കുന്ന ചോദ്യമാണ്, 17 കൊല്ലം പിന്നെ അവർ പിന്നെ LIC-യിൽ ജോലി ചെയ്താണ്, അപ്പോൾ 40 ലക്ഷമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, നമ്മളെ കുറേയൊക്കെ ഉണ്ടാക്കി പറഞ്ഞതാണോ അത്? ആ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ടപ്പോൾ എനിക്കും ഒരു ഡൗട്ട് ഉള്ളത് തന്നെയാണ്. അപ്പോൾ അത് വീഡിയോ നോക്ക്. എനിക്കെതിരെ എന്തൊക്കെയാ പറഞ്ഞേ? കള്ളപ്പണക്കാരൻ വരെ ആക്കിയില്ലേ? കള്ളപ്പണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമുള്ളൊരു കേസല്ലേ? പിന്നെ നിങ്ങൾക്ക് ആ ബാഗ് ഒരു 40 ലക്ഷം രൂപ വെച്ചിട്ട് അത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിച്ചു തരാമോ? ഞാൻ വെല്ലുവിളിക്കുവാണ്. ഞാനേ 17 കൊല്ലം LIC-യിൽ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്, അറിയോ? 17 കൊല്ലം കൊട്ടാരക്കര ബ്രാഞ്ച് LIC ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ചായ ഒരു ബ്രാഞ്ചിലെ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അതിനകത്തൊരു 40 ലക്ഷം രൂപ വെച്ച് ഇത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിക്കാൻ പറ്റും? മാധ്യമങ്ങൾ UDF-ന്, പ്രത്യേകിച്ച് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും BJP-ക്കും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അതാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഈ സ്ത്രീ പറഞ്ഞതും ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും പറയുന്നതും ഒന്നും തിരിച്ചു ചോദിക്കാതെ കേട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെയാണ്. ഗോവിന്ദ അത് വിശ്വസിക്കുകയാണ്. 17 വർഷം ക്യാഷിൽ LIC-യുടെ ക്യാഷിൽ ജോലി ചെയ്ത ഒരു സ്ത്രീയാണ് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഈ ട്രോളി ബാഗിൽ അത് കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് വലിയ ഭാരമുള്ള ഒരു സാധനമായിരിക്കുമല്ലോ. എന്തായാലും 10-100 കിലോ അല്ലെങ്കിൽ 50 കിലോൻ്റെ മേലെ ഒരു തൂക്കമുണ്ടായത് ഇങ്ങനെ ട്രോളിയിൽ വലിച്ചുകൊണ്ടാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണല്ലോ. യഥാർത്ഥത്തിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരാരും ഇത് ചെയ്യില്ല. കാരണം എന്താണ്? ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ്സുകാരൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തിരിച്ചൊന്നും ചോദിക്കില്ല. ആക്ഷേപം എന്തായിരുന്നു? 40 ലക്ഷം രൂപ കള്ളപ്പണം അവിടെ വന്നു എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് ഇവരത് നൈസായിട്ട് അവിടുന്ന് മുക്കി. ആ കൊണ്ടുപോയ ബാഗ് കള്ളപ്പണമാണെങ്കിൽ 40 ലക്ഷം രൂപ ഇങ്ങനെ ഈസി ആയിട്ട് വലിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ 17 വർഷം ഈ ബാങ്കിൽ ഈ ക്യാഷിൽ LIC-യിൽ ക്യാഷിൽ ജോലി ചെയ്ത ആളാണെന്ന് പറഞ്ഞപ്പോൾ മറ്റു മാധ്യമങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല. വസ്തുത എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. യഥാർത്ഥത്തിൽ ഗൂഗിൾ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. ഗൂഗിൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതാണ് 500 ഇന്ത്യൻ റുപ്പീസ് വെയിറ്റ്. 500 രൂപയുടെ ഇന്ത്യൻ രൂപയുടെ വെയിറ്റ്. അതിങ്ങനെ ഫസ്റ്റ് തന്നെ അതിൽ കാണിക്കുന്നത് 1 bundle of 1 crore will have 20,000 നോട്ട്. 1 കോടിയുടെ ബണ്ടില്, 1 കോടിയുടെ 500 രൂപ നോട്ടിൻ്റെ കെട്ട് 20,000 നോട്ടുണ്ടാവും. എന്ന് വെച്ചാൽ 20,000 × 500 എന്ന് വെച്ചാൽ 1 കോടി രൂപ. അതിൻ്റെ വെയിറ്റ് ആണ്. ടോട്ടൽ വെയിറ്റ് വിൽ ബി 23,000 ഗ്രാം. മൊത്തം എത്ര ഗ്രാമാണ്? 23,000. അത് കിലോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 23 കിലോ. 1 കോടിൻ്റെ വെയിറ്റ് എത്ര വരുന്നത്? 23 കിലോ. അപ്പോൾ 40 ലക്ഷത്തിൻ്റെ വെയിറ്റ് എത്ര ആയിരിക്കും? 10 കിലോൻ്റെ താഴെ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9.9 കിലോ 200 ഗ്രാമും. ഞാൻ ഈയൊക്കെ ഗൾഫിൽ ജോലി ചെയ്താണ്. നമ്മള് ട്രോളി ബാഗ് എത്ര കിലോ 10-12 കിലോ സുഖമായിട്ട് നമ്മളതിൽ കൊണ്ടുപോകാറില്ല. ഈ ട്രോളി ബാഗ് അതേ അനുവദിക്കാറുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അതിൽ കൂടുതൽ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകും. ഞാനൊക്കെ എക്സ്ട്രാ വെയിറ്റ് ചാർജ് കൊടുത്തിട്ട് 22 കിലോ വരെ ട്രോളി ബാഗിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 40 ലക്ഷം രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ വെയിറ്റ് 9.9 കിലോ 200 ഗ്രാമും ആണെന്നുള്ളത് ആര് മനസ്സിലാക്കുന്നില്ല? പത്രക്കാർ മനസ്സിലാക്കുന്നില്ല. ആ സ്ത്രീ ആരെ അമ്മയാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്? വ്യാജ ID കാർഡ് ഉണ്ടാക്കിയിട്ട്. വ്യാജ ID കാർഡ് ആരുടെയൊക്കെ പേരിലുണ്ടാക്കിയെന്നോ? തമിഴ്നാട്ടിലെ നടൻ നമ്മുടെ ശാലിനിയുടെ ഭർത്താവായുള്ള മറ്റേ അജിത്തിൻ്റെ പേരിലടക്കം വ്യാജ ID കാർഡ് ഉണ്ടാക്കി വോട്ട് ചെയ്തിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ മഹാൻ്റെ വാക്ക് വിശ്വസിക്കാൻ പാടുണ്ടോ ആര്? ഈ പത്രക്കാർ.
ഒരാൾ പോലും ആ നേരം ഈ അമ്മ അത് 17 വർഷം ഞാൻ LICയിൽ നോട്ട് എണ്ണിയ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ആരെങ്കിലും 500 നോട്ടിൻ്റെ അല്ലെങ്കിൽ 40 ലക്ഷം രൂപയ്ക്ക് എത്ര വെയിറ്റ് ഉണ്ടാവുമെന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയോ? ചെയ്ത് നോക്കില്ല. ആ ഗൂഗിൾ ചെയ്ത് ഞാൻ ഉത്തരം കിട്ടുമ്പോൾ അപ്പം തന്നെ ചോദിക്കുക, അല്ല അമ്മേ ഇത് ഇങ്ങനെ 9 കിലോ എല്ലാം ഉണ്ടാവുള്ളൂ, ഇതിപ്പോൾ ഇത്ര വലിയ വെയിറ്റ് ഉണ്ടാവുമെന്ന് ആരെങ്കിലും ചോദിക്കുമല്ലോ? ചോദിച്ചില്ല. ഈ പ്രിവിലേജ് മാധ്യമങ്ങൾ ആർക്കും കൊടുക്കുള്ളൂ? കോൺഗ്രസ്സുകാർക്കും BJPക്കും മറ്റേ മുസ്ലിം ലീഗുകാർക്കും കൊടുക്കുള്ളൂ. മറിച്ച് ഇത് ന്യായമായി ഈ ഒരു വർത്തമാനം ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ 100 ചോദ്യവുമായിട്ട് വരും ആരെടുത്തേക്ക്? ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് വിശിഷ്യ CPM-നാണെങ്കിൽ. ഈ ഒരു മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജ് ഞങ്ങൾ പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത്, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. UDFന് വേണ്ടിയിട്ട് നുണ പറയുമ്പോൾ, UDFുകാർ നുണ പറയുമ്പോൾ ഒന്നും തിരിച്ചു ചോദിക്കാതെ, വസ്തുതകൾ പരിശോധിക്കാൻ പോലും മെനക്കെടാതെ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ മെനക്കെടുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക. മാധ്യമങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന പരിലാളന എന്തിൻ്റെ പേരിലാണ്? ഇവരൊട്ടും ആഗ്രഹിക്കുന്നില്ല. മാധ്യമങ്ങൾ പിടിച്ചു നിൽക്കുന്നത്, നമ്മുടെ ദൃശ്യമാധ്യമങ്ങളായാലും നമ്മുടെ അച്ചടി മാധ്യമങ്ങളായാലും പിടിച്ചു നിൽക്കുന്നത് പരസ്യം കൊണ്ടാണ്. പരസ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം? സ്വകാര്യ സംരംഭങ്ങൾ വരണം. ഈ ഇടതുപക്ഷ സർക്കാർ സ്വകാര്യ സംരംഭങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും എതിർക്കുക, ഈ പറയുന്ന നിലവിലുള്ള ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഇതിനാകെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. പകരം വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയിലും അടക്കം സർക്കാരിന് ഇടപെടാൻ പറ്റുന്ന പരമാവധി മേഖലയിൽ ഇടപെട്ടുകൊണ്ട് ഈ സർക്കാർ സ്ഥാപനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും വലതുപക്ഷങ്ങൾക്കും വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലിയ തിരിച്ചടിയാവും. അതുകൊണ്ട് വലതുപക്ഷത്തെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് അവരെപ്പോഴും കൂടുതൽ ഊന്നൽ കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന എത്ര വലിയ നുണകളെയും എത്ര വലിയ പൊട്ടത്തരങ്ങളായാലും അത് അതേപോലെ ഒന്നും തിരിച്ചു ചോദിക്കാതെ നമ്മുടെ മുമ്പിലേക്ക് വിളമ്പിത്തരും. നമ്മളുടെ സാമാന്യ ബുദ്ധിയെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. ഇത്തരം നിസ്സംഗമായിട്ട് അവർ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലായാലും UDFൻ്റെ നേതാക്കന്മാരായാലും അവരുടെ ബന്ധുക്കളായാലും പറയുന്ന ഇത്തരം കാര്യങ്ങളുടെ വസ്തുത പരിശോധിക്കാൻ നമ്മുടെ സാമാന്യ യുക്തി ഉപയോഗിച്ച് പരിശോധിക്കണം. ഇത് ഇൻ്റർനെറ്റിൻ്റെ കാലമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഫോണിനകത്ത് ഇൻ്റർനെറ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ പരിശോധിച്ച പോലെ തന്നെ നിങ്ങളും പരിശോധിക്കാൻ തയ്യാറാണ്. ഇത്തരത്തിലുള്ള നിരവധി നുണകളാണ് ഓരോ ദിവസവും മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് UDFന് വേണ്ടിയിട്ട് BJPക്ക് വേണ്ടി തള്ളിത്തരുന്നത്. വസ്തുത തിരിച്ചറിയാൻ നമ്മൾ ഓരോരുത്തരും ഓരോ മാധ്യമങ്ങളായി മാറണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.